ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ അതിശയപ്പെട്ടു പോയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഈ ലഹരി മാഫിയൻ്റെ പേരും പറഞ്ഞിട്ട് എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയത്. അതായത് എന്ത് പ്രശ്നമുണ്ടെങ്കിൽ ലഹരി മാഫിയ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലഹരി മാഫിയനെക്കാട്ടിയും വലിയൊരു വിഷം തന്നെയാണ് ഇയാളെന്ന് ഞാൻ പറയുള്ളൂ. ആരെന്ന് പറഞ്ഞാൽ ഈ ഫിലിപ്പ് മാമ്പാട് എന്ന് പറയുന്ന ഒരു വ്യക്തി, അയാൾ 2020 അവർ ഡിവോഴ്സായിട്ട് ആ സ്ത്രീ ഇന്നലെ ഒരു ഉളുപ്പുമില്ലാതെ വന്ന് പറയുകയാണ് എല്ലാ കുടുംബങ്ങളിലും പ്രശ്നമുണ്ടാകും, ഞാൻ ഒരു ബിസിനസ്സുകാരിയാണ്, ആ ബിസിനസ്സിന് വേണ്ടി പോയതാണ്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവിടെ താമസിക്കും, ഇടയ്ക്കിടയ്ക്ക് ഇവിടെ താമസിക്കും എന്നൊരു ഉളുപ്പുമില്ലാണ്ട് വന്ന് പറയുന്നു. അതിനുശേഷം എന്ന് പറഞ്ഞാൽ അവരുടെ ഇപ്പോഴത്തെ ഭർത്താവ് അല്ലെങ്കിൽ കൂടെ താമസിക്കുന്ന ആൾ പറയുകയാണ് ഇവിടെ 4-5 പശുക്കളുണ്ട്, അതാണ് ഇവളുടെ ബിസിനസ്, അതിനെ പുല്ലരിഞ്ഞ് ഞാനിപ്പം അടുത്തിരിക്കുക, ഒന്നും അവളെ എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് ഇങ്ങോട്ട് പറഞ്ഞു വിടുന്ന്. ആലോചിച്ചൊക്കെ എത്രമാത്രം നുണയാന്ന് ഈ സ്ത്രീ പറയുന്നത്. ഈ സ്ത്രീയാണ് വെറുതെ അല്ല ഭാര്യ എന്നുള്ള ആ ഒരു സ്റ്റുഡിയോയിൽ വന്നിട്ട് എൻ്റെ ഭർത്താവ് അങ്ങനെയാണ്, എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണെന്ന് വലിയ വായിൽ വർത്താനം പറഞ്ഞത്. ഇപ്പോഴൊരു കാര്യം മനസ്സിലായി, എൻ്റെ പൊന്നു മക്കളെ, ഒരുത്തനെയും വിശ്വസിക്കരുത്. അതായത് ഒരുത്തനെ പോലും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുതെന്നേ ഞാൻ പറയുള്ളൂ. അതുകൊണ്ട് വിദേശത്തൊക്കെ ഇല്ല മലയാളികളോട് എനിക്ക് പറയാനുള്ളത്, ഇവനെ പോലെയുള്ള കുറേ ആൾക്കാരെ സൽക്കരിക്കുന്ന പരിപാടി അവിടെയുള്ള കുറച്ച് മാർക്കുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, ദൈവത്തെ ഓർത്തിട്ട് നിങ്ങളുടെ വീട്ടിലേക്കൊന്നും ഇവനെ പോലെയുള്ള ആളെ കയറ്റരുത്. ഇന്ന് ഫിലിപ്പിനെ വീട്ടിൽ കയറ്റിയവരൊക്കെ ഇന്ന് ഖേദിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾ കയറിയതൊക്കെ അശുദ്ധമായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അയാൾ അതുപോലെയുള്ളൊരു വ്യക്തിയാണ്. അയാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ഭാര്യ തന്നെ ഒഴിവാക്കി, മക്കൾ ഒഴിവാക്കി, ഇയാളും വേറെ ആരോ ആണ് വീട്ടിൽ താമസിക്കുന്നത്. അപ്പോൾ ഇയാളുടെ കൂടെ ആരുമില്ല. നമ്മൾ ഇത്ര നാളും ചോദിക്കുന്ന എന്താ, ഇയാളുടെ ഭാര്യ എവിടെ പോയി നമ്മളാരും അറിയുന്നില്ലല്ലോ. നോക്കുമ്പോഴല്ലേ അറിയുന്നത് ഈ സ്ത്രീ പണ്ടേ താഴ്ന്ന് സ്ഥലം വിട്ടിരിക്കുന്നു, ഇവൻ്റെ ഈ പ്രശ്നം കൊണ്ട് പണ്ടേ സ്ഥലം വിട്ടിരിക്കുന്നു. ഇപ്പോഴും വന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീ ഇപ്പോഴും കുറച്ച് വിഷമത്തിലാണ്, പശുവിനെല്ലാം വളർത്തിയിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുഖമായ ഒരു ജീവിതമല്ല. ഇനി വീണ്ടും ഫിലിപ്പച്ചായൻ്റെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എനിക്ക് ആ പഴയ ലാവിഷ് ജീവിതം തിരിച്ചു കിട്ടുമോ എന്നുള്ള ഇതിലാണ് ഈ സ്ത്രീ വന്നിട്ട് ഇപ്പോഴിങ്ങനെ ഒരു നാടകം നടത്തിയത്. പക്ഷെ ഇവർക്കൊന്നും കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ ഇവരെങ്ങനെ നടത്തുമോ? എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ യുഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ന് നെറ്റ് യുഗമാണ്. ഒരു മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഏതോൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ട് എന്ന്. അതായത് ഓൻ എന്ത് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം അങ്ങനെയൊക്കെയുള്ള ഈ ഒരു സന്ദർഭത്തിൽ, ഈ ഒരു ലോകത്തിൽ ഇവരൊക്കെ വന്നിട്ട് ഇങ്ങനെ പച്ച നുണ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരവസ്ഥയാണ്. അല്ല, ഇത് ഞാനിങ്ങനെ പെട്ടെന്ന് ആലോചിച്ചു, ഈ സ്ത്രീ എന്താ കുമ്പിടിയാണോ? അവിടെയും ഉണ്ട്, അവിടെ പേര് മാറ്റിയിട്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ പേര്, അതായത് പേര് വരെ മാറ്റിയിട്ടാണ്. പേര് മാറ്റിക്കഴിഞ്ഞാലും എൻ്റെ പൊന്നു സഹോദരി നിങ്ങളെ മുഖം മാറാൻ കഴിയോ? അതാണ് സ്വഭാവം മാറുമോ? ഇല്ലല്ലോ. നിങ്ങൾ പണ്ടത്തെ ആ ഒരു മറ്റേ കീടം ഫിലിപ്പിൻ്റെ ഭാര്യ തന്നെയാണ് ഇപ്പോഴും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ നുണ പറയുമ്പോൾ കുറച്ചൊക്കെ ഒരു ഉളുപ്പ് വേണമായിരുന്നു. അതായത് സമൂഹത്തിൽ വന്നിട്ട് ഇങ്ങനെ പച്ച നുണ പറയുമ്പോൾ, എൻ്റെ ഭർത്താവും ഞാനും ഇപ്പോഴും ഒരുമിച്ച് തന്നെയാണ്, എൻ്റെ ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്, എൻ്റെ പപ്പയുടെ കൂടെയാണ് ഞങ്ങളിന്ന് മകള്. എന്ത് അവസ്ഥയാണായിരുന്നു ശരിക്ക്. ആ ഫിലിപ്പിനെക്കാട്ടിയും വലിയ ക്രൂരന്മാർ എന്ന് പറഞ്ഞാൽ ഇവർ തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. ഒരു പക്ഷേ അയാൾക്ക് ഇതിനുള്ള എല്ലാ ഒത്താശകൾ വരെ അയാൾക്ക് ഉണ്ടായത് ഇവരിങ്ങനെ മിണ്ടാതിരിക്കുന്നുണ്ടായിരിക്കും. ഇവരൊക്കെ അന്നേ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ ഇയാളൊന്നും ഇങ്ങനെ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോലീസ് ജോലി വിട്ടത് എന്ന് പറഞ്ഞാൽ ചെറിയ ശമ്പളത്തിൽ എന്തിനാ വെറുതെ ജോലി ചെയ്യുന്നത്? ഇവിടെ ആകുമ്പോൾ ജനങ്ങളെ പറ്റിച്ച് 2 വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 2 ലക്ഷം 3 ലക്ഷം കാറ്റ് ഒരു പരിപാടിക്ക് വാങ്ങിക്കുന്നത്. അത് മാസത്തിൽ ഒരു 10 പരിപാടി ഉണ്ടായിക്കഴിഞ്ഞാൽ പൈസയായില്ലേ? അത് തന്നെയാണ് ഇയാളുടെ പരിപാടിയും. പോകുന്നിടത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഓസിന് സാപ്പാട്, അതുപോലെ തന്നെ ഓസിന് താമസം, പിന്നെന്താ വേണ്ടത്? അതുമാത്രമല്ല എല്ലാവരുടെയും കണ്ടിലുണ്ണിയല്ലേ. ഈ ഫിലിപ്പിനെ പിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ പോലും വിശ്വസിച്ചിനാ. ഇന്നലെ ഇപ്പോൾ ഒരുത്തം വന്ന് തെറി പറയുന്നുണ്ട്, അവൻ പിന്നെ കോടതി തീരുമാനിക്കട്ടോ താനൊന്നും മിണ്ടാതിരിക്കുന്നു. ഇവനൊക്കെ എടുത്ത പോഴനാടോ പറഞ്ഞ് കുടുംബം മുഴുവൻ പറഞ്ഞിട്ട് പച്ച നുണയാന്ന് കുടുംബം മുഴുവൻ പറയുന്നേ എന്നുവരെ നമ്മളെല്ലാവരും അറിഞ്ഞു. എന്നിട്ടും പിന്നെ ഇവനൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇവനൊക്കെ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഫിലിപ്പിനെ വിശ്വസിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴും ചില ആൾക്കാർ വന്നിട്ട് ഭീഷണിപ്പെടുത്തുകയാണ്, നീ ഫിലിപ്പിന്റെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നിന്നെ വെളിയിൽ ഇടുവടാ, നിന്നെയും ഇതിൻ്റെ അകത്ത് കൊടുക്കുവടാ, നിന്നെയും ഞങ്ങൾ ഇത് ചെയ്യടാ എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ലാതെ ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എന്താ അറിയാം, ഫിലിപ്പിന്റെ അടിമയായിരിക്കും ഇവനൊക്കെ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ വരെ താമസിപ്പിച്ചിട്ടുണ്ടാവും ഫിലിപ്പിന. അതുകൊണ്ടാണ് ഓനോടൊക്കെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ പൊന്നു മോനെ നീ ഇനിയും സൂക്ഷിച്ചോ ഇവനെ പോലെയുള്ള ആൾക്കാരെ വീട്ടിൽ കയറ്റുമ്പോൾ. അത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം വെച്ചാൽ ഫിലിപ്പിൻ്റെ അത്രയും ചങ്ങായിമാരായിരിക്കുമല്ലോ ഇവരൊക്കെ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ലഹരി മാഫിയ തന്നെയാണ്. അപ്പോൾ ലഹരി മാഫിയ എന്ന് പറഞ്ഞാൽ ഞാനും വിചാരിച്ച അങ്ങനെയാണ് ആദ്യം. അതായത് ലഹരി മാഫിയേൻ്റെ പണിയാണ്, ഈ പാവത്തിനെ കുടുക്കിയതാണ് എന്നൊക്കെയാണ് ഞാനും കരുതിയത്. പക്ഷെ വേറൊരു കാര്യവും കൂടി നിങ്ങൾ ആലോചിക്കണം കേട്ടോ.
എന്താണെന്ന് വെച്ചാൽ ഇവിടെ ലഹരി മാഫിയകൾക്ക് ഒത്താശ നൽകാനൊന്നുമല്ല നമ്മളെ പോലീസുകാർ നിൽക്കുന്നത്. ഇങ്ങനെയൊരു കേസ് വന്നു കഴിഞ്ഞാൽ പോലീസ് കൃത്യമായിട്ട് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ഇതിൽ ഒരു നടപടി ഉണ്ടാകുള്ളൂ. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇവിടെ കുറച്ച് നാൾ മുമ്പ് കണ്ണൂർ ജില്ലയിൽ ഒരു സ്ഥലത്ത് ഒരു അച്ഛൻ 2 മക്കളെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ അമ്മയെയും കൊലപ്പെടുത്തി. ഞങ്ങൾക്ക് അറിയാലോ. അതിൻ്റെ അകത്ത് വന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്താണെന്ന് വെച്ചാൽ ഭാര്യ കൊണ്ടുപോയിട്ട് അമ്മായി അച്ഛനെതിരെ കേസ് കൊടുത്തുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ആ സ്ത്രീയെ കല്ലെറിഞ്ഞു. ആ സ്ത്രീയെ അവരുടെ മക്കളുടെ മൃതദേഹം പോലും കാണിച്ചിട്ടില്ല. ആ ഒരു സന്ദർഭത്തിൽ ആ സ്ത്രീ പിന്നീട് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഞാനൊരു പരാതി കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് എടുക്കത്തൊന്നുമില്ല. കൃത്യമായിട്ട് അവർ നോക്കുവാണെന്ന് നിരീക്ഷിച്ച് അതിൻ്റെ കൃത്യമായിട്ടുള്ള പരിശോധന നടത്തിയിട്ടാണ് എടുക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോഴേ ചില ആൾക്കാർ ചോദിക്കുന്ന കാര്യമുണ്ട്, ഇതിൻ്റെ അകത്ത് കുറേ വ്യാജമാറിയും വ്യാജ പരാതികളിലും പോകുന്നില്ലേ? ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ സ്ഥലത്തും ഉള്ളത് ഒരേപോലെയുള്ള ആൾക്കാരല്ല, ഒരേപോലെയുള്ള ഉദ്യോഗസ്ഥരല്ല. ചില സ്ഥലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലിയില്ലാതെ ചിലതെന്ന് പറഞ്ഞാൽ പറയിക്കാനായിട്ടുള്ളതുണ്ടാകും. അപ്പം അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ വ്യാജ പരാതി ഒന്നും അന്വേഷിക്കാതെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഉള്ളിലിടുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഫിലിപ്പ് എന്ന് പറയുന്നവൻ, അതായത് അവൻ്റെ ഭാര്യയും മകളും ഇവരൊക്കെ വന്ന് നുണ പറഞ്ഞപ്പോൾ തന്നെ അയാൾ കുറ്റവാളിയാണെന്ന് നമുക്ക് ഏകദേശം മനസ്സിലായി. അയാൾ ഇത് ചെയ്തിട്ടില്ല എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. ഇപ്പോൾ ഇന്ന് പുതിയ വോയിസ് വരുന്ന പറയുന്നത് കേൾക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് പൈസ വരെ വാഗ്ദാനം ചെയ്തു പോലും. അതായത് ഈ എന്താ പറയുക, ഈ കുടുംബത്തിന് പൈസ വരെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇത്ര പൈസ വരാം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കുപ്പിയിലൊരു ദ്രാവകം കൊണ്ടിട്ട് വെളിച്ചെണ്ണ എന്നാണ് പറയുന്നത്, ഇത് കുടിച്ചിട്ട് ഞാനിപ്പോൾ മരിക്കുമെന്ന് പറഞ്ഞുല്ലോ അവരോട്. അവർ പറഞ്ഞതിനും പോയി ചാടാന്ന് പറഞ്ഞുല്ലോ, അത്ര തന്നെ. അല്ലാതെ ഇങ്ങനെയാണ് അവൻ. ഈ ഫിലിപ്പ് എന്ന് പറയുന്നവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുഖം മൂടിയിട്ടൊരു ചെന്നായിയാന്ന്. അവൻ്റെ മുന്നിൽ പെടാത്തത് ഇപ്പോഴെങ്കിലും അവനെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് ദൈവം തന്നെയാണ്. എൻ്റെ അഭിപ്രായത്തിന് ആ പരാതി നൽകിയവർ ദൈവമാണ്. ആ ദൈവം ഉള്ളതുകൊണ്ട് ഇല്ലെങ്കിൽ, കാരണം എത്രമാത്രം കുടുംബങ്ങൾ നശിക്കേണ്ടതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരുപാട് കുടുംബങ്ങൾ നശിക്കേണ്ടതായിരുന്നു. ആ പരാതി കിട്ടിയതുകൊണ്ട് മാത്രം നമുക്ക് ഇയാളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഇല്ലെങ്കിൽ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വർഷം കഴിഞ്ഞാലാണ് ഇയാളെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള വിവരം കിട്ടുക. ഞാൻ അന്നും ഇന്നും പറയുന്ന ഒരു കാര്യമുണ്ട്, അമർ അക്ബർ അന്തോണി എന്ന് പറയുന്ന സിനിമ. ആ സിനിമയിൽ നമ്മൾ പലപ്പോഴും എന്ന് പറഞ്ഞാൽ ബംഗാളികളെയും മറ്റവരെയും മാത്രമാണ് കുറ്റക്കാരായി കാണുന്നത്. നമ്മുടെ നാട്ടിലുള്ള ഡീസൻ്റായ കുറ്റവാളികൾ അപ്പോഴും മുഖംമൂടിക്കുള്ളിലാണ്. അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ കണ്ടുപിടിക്കുന്നു. ശ്രീരാമൻ എന്ന് പറയുന്ന ഒരു മാഷ് കഥാപാത്രം, ശ്രീരാമനാണ് അത് അഭിനയിച്ചത്. അപ്പം അങ്ങനെ നമ്മുടെ നാട്ടിലും ഒരുപാട് ടീമുകൾ ഇതുപോലെയുള്ളതുണ്ട്. പല ആൾക്കാർക്കും ഉള്ളതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് 4 വർത്താനം പറയുമ്പോഴേക്ക് ഓമ്പല്ലി എന്തൊരു സംഭവമാണ്, ഓമ്പലി ആളാണെന്ന് കരുതിയിട്ട് അവനുമായിട്ട് ചെങ്ങാത്തം കൂടാനും അവനെ പിന്നീട് സൽക്കാരത്തിന് വീട്ടിൽ വിളിച്ചു കൊണ്ടുപോകാനും അവനെ ഫാമിലിയെ മുഴുവൻ പരിചയപ്പെടുത്താനും പിന്നീട് എന്ന് പറഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോഴേക്ക് ഇവൻ ആ ഫാമിലിയിൽ എന്തെങ്കിലും ഒരു അൽക്കുലത്ത് ഉണ്ടാക്കിയിട്ട് അങ്ങ് പോവുകയും ചെയ്യും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു 10 പ്രാവശ്യം നമ്മുടെ വീട്ടിലേക്ക് ഒരുത്തിനെ അടുപ്പിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം. കാരണം എന്താ വെച്ചാൽ, അവനൊക്കെ ഇങ്ങനെ പറയുന്നത് മാത്രമായിരിക്കില്ല, അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ അവന് വേറൊരു മുഖം ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പല ആൾക്കാർക്കുള്ളതാണ്. ഞാനിപ്പോൾ ഗൾഫിലൊക്കെയുള്ള ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ കണ്ടു. ഇവനിപ്പോഴും ഈ ഫിലിപ്പ് മാമ്പാറിനെ ചുമന്നുകൊണ്ട് പോകുന്ന കുറേ ആൾക്കാരുണ്ട് അതിൻ്റെ അകത്ത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓരോ സ്ഥലത്തും ഇയാളെ ചുമന്നിട്ടും ഇയാളെ തലയിൽ വെച്ച് തറയിൽ വെക്കാതെ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ കുറച്ചെങ്കിലും ഒരു അതായത് ഇയാളെ പറ്റിയിട്ടൊന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ അതായത് ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ എന്തെങ്കിലും പറ്റി ആരെങ്കിലും പറഞ്ഞാൽ തെറി വിളിക്കാനും അതിനൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരെ അയാൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഇവരുടെ വിജയം എന്നേ ഞാൻ പറയുള്ളൂ. അതായത് ഇവരുടെ പേരിൽ ഇങ്ങനെ ഒരു കേസും കാര്യങ്ങളും വന്ന് വീഡിയോ ചെയ്യുമ്പോഴേക്ക് അതിൻ്റെ അടിയിൽ വന്നിട്ട് ഒരുപാട് പേര് തെറി വിളിക്കാനുണ്ടാകും. അതായത് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലഹരിയെ മാഫിയയെ കാട്ടിയും വലിയ ഒരു വിഷമാണ്, വലിയൊരു ലഹരിയാണ് ഇവനാടുന്നത്. അതുകൊണ്ട് ഇവനാണ് ഏറ്റവും വലിയൊരു ലഹരി എന്നേ ഞാൻ പറയുള്ളൂ. അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. തെറി വിളിക്കാനുള്ളവരും വിളിച്ചോ, നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കും. കാരണം എന്താ വെച്ചാൽ ഞാനും ഒരു അച്ഛനാണ്, അതുകൊണ്ട് കേട്ടുകൊണ്ടേ ഇരിക്കുവായിരുന്നു. പോയി പണിയും ടോക്കറാ തെറി വിളിക്കുന്നവന്മാരെ.